ഈ ഒരു സിനിമയുടെ ടീസറോ ട്രെയിലറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്ന ആ ഒരു ഒറ്റ പേരാണ് സുമതി വളവ്. ആ ഒരു പേരും ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റും ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഒരു സിനിമ ആക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ സിനിമ കണ്ടു നോക്കിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എവിടെ എനിക്ക് കിട്ടിയില്ല. ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. ഹൊറർ കോമഡി എലമെന്റ്സ് പല ഏരിയസിലും വരുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ പ്ലെയിൻ ആയിട്ട് ഒട്ടും വർക്കാത്ത രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ മൂവിയിൽ ഒരു ഹൊറർ എലമെന്റ് കുറച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷൻ അടിപൊളിയാണെന്ന് തോന്നിയത് ഒരു ഇന്റർവെല്ലിന് തൊട്ടുമുള്ള ഒരു സീനുണ്ട്, ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു സീക്വൻസ്. അത് അടിപൊളിയായിരുന്നു. ഒരു കാട്ടിന്റെ അകത്ത് നടക്കുന്ന ഇവന്റ്സ് ആണ്, അത് അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഹൊറർ എലമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഈ ഒരു സിനിമയിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സുമതി വളയിൽ നടക്കുന്ന ഇവന്റ്സും അതിന്റെ അടുത്തുള്ള ഗ്രാമവും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ സുമതി വളം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി ട്രിവാൻഡ്രമുള്ള എല്ലാവർക്കും അറിയാം. ഈ ഒരു സുമതി വളം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ കിട്ടും. ഒരു വലിയ സ്റ്റോറിയാണ്. ഞാനൊരു ട്രിവാൻഡ്രംകാരനാണ്. ഞാൻ കോളേജ് ഡേയ്സിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ ആ ഒരു റോഡിൽ പോയിട്ടുണ്ട്. ഒരു വളവാണ്, ഒരു ബെൻഡാണ് അത്. ആ വഴിയൊക്കെ രാത്രി ഇങ്ങനെ പോയിട്ടുണ്ട് കോളേജ് പഠിക്കുമ്പോൾ. പിന്നെ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. സോ അന്നൊക്കെ പോയിട്ടുള്ള റോഡാണ്. അങ്ങനെ ഒന്നും ഇല്ല, എന്നാലും അവിടെ പോകുമ്പോൾ എന്തൊരു ഫീലാണ്. കാരണം ഇങ്ങനെ പറഞ്ഞു ബിൽഡ് ചെയ്ത് ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ്. സോ ആ വഴി കൂടി പോകുമ്പോൾ ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ ഒരു റോഡാണ്. ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഹൊറർ മൂവീസിൽ കാണുന്ന അതേ ടെംപ്ലേറ്റ് ആണെങ്കിലും അത് നൈസായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫും ആ ഒരു ഇന്റർവൽ പോർഷനും എല്ലാം നൈസ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ടോട്ടലി കയ്യിൽ നിന്ന് പോയി. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ്ങോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങോ ഒന്നുമില്ല. വളരെ വീക്ക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുമതിയുടെ കാര്യം പറയുന്നുണ്ട്, ആ നാട്ടിലെ ഒരുപാട് ഇവന്റ്സ് പറയുന്നുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഇതൊന്നും ഒന്നുമല്ല, ജസ്റ്റ് ചുമ്മാ ഞങ്ങൾ പറഞ്ഞതാണെന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എസ്പെഷ്യലി സുമതിയുടെ കാര്യമൊക്കെ ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ സുമതി എന്നുള്ള കാര്യം ഇവരങ്ങ് മറന്നുപോയി. പിന്നെ സുമതി ഇടയ്ക്ക് എന്തോ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇതൊക്കെ ആരാണ് എന്താണ് നമുക്ക് തന്നെ മറന്നു. അങ്ങനത്തെ രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ തന്നെ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. 1-2 ആൾക്കാരൊന്നുമല്ല, അത് ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫിലിപ്പിനെ കൊണ്ടുവച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ ഒരുപാട് മൂവീസിൽ വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരുപാട് പേരെ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് ഡയറക്ടറിനോ റൈറ്ററിനോ ഒന്നും അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരുപാട് ഇവന്റ്സിനൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടതെന്നോ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിക്ക് ബിൽഡപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ലാത്ത രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വർക്കായില്ല. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഈ മൂഡ് എക്സിക്യൂഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ഫ്ലാറ്റ് ആയിരുന്നു. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു ഈ സ്റ്റോറി, അതിന്റെ എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് ഓവറോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഫീലാണ് തന്നത്. ഞാൻ ഒരു പക്ക ഹൊറർ കോമഡി എക്സ്പീരിയൻസ് തന്നെയാണ് പോയത്. പക്ഷേ എനിക്ക് എവിടെ അത് വർക്കായില്ല. ആകെ ഒരു 15 മിനിറ്റ് ആണ് ഈ ഒരു 2 മണിക്കൂർ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് എവിടെയും വർക്കായില്ല. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. സിനിമ കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കൂടെ കമന്റ് ചെയ്യൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.